അള്ളാഹുവെ പ്രചോദന പ്രപഞ്ചസിദ്ധമായ അള്ളാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അതുപോലെ മഹത്തായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കാൻ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് മഹത്തായ വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരാനുള്ള മഹത്തായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മഹത്തായ ദിക്ർ. വെള്ളിയാഴ്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ഒരു സമയത്ത് നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ദിക്ർ എത്രത്തോളം മഹത്വമുണ്ട്. ഭാരതന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ചൊല്ലാൻ പറഞ്ഞ ഒരു മഹത്തായ ദിക്റാണ്. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടിയുള്ളൂ, ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ, ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആവശ്യങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുള്ള രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കൾക്ക് നല്ല നല്ല ഇണകളെ കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല ഇണകളെ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മൾ. അതിൽ ഏറ്റവും വലിയ ആവശ്യം അല്ലാഹുവിന്റെ ലോകത്ത് നമുക്ക് വിജയം നൽകണം. അപ്പൊ ഈ ദിക്റുകളൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. നമുക്ക് നോക്കാം ഈ ദിക്റിന്റെ മഹത്വങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഈ ദിക്ർ നമുക്ക് മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ 100 വട്ടം നമ്മൾ ചൊല്ലിയാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണ്, വളരെ ചെറിയ ദിക്റാണ്, പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാവുന്ന ഒരു ദിക്റാണ്. ഒരു 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഭവനത്തിലും ദിക്റുകൾ ചെല്ലുന്ന ഭവനത്തിലും മലക്കുകളുടെ സാന്നിധ്യം അല്ലാഹു നൽകപ്പെടുകയാണ്. ഖുർആൻ ഓതുന്ന വീട്ടിലും ദിക്റുകൾ ചെല്ലുന്ന വീട്ടിലുമെല്ലാം അല്ലാഹു മലക്കുകളുടെ സാന്നിധ്യം നൽകുകയാണ്. ചിലർ പറയാറുണ്ട്, മുഅ്മിനീങ്ങളെ ഉസ്താദേ വീഡിയോ നീണ്ടുപോകുമെന്ന്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചില ചരിത്രം കൂടി നിങ്ങളോട് ഉണർത്തപ്പെടുകയാണ്. അപ്പൊ ഈ ദിക്റുകളൊക്കെ പറയുമ്പോൾ അതിന്റെ മഹത്വം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ചെല്ലാനൊരു ആവേശം വരുമല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അനേകായിരം മലക്കുകളുണ്ട്, ഒരുപാട് മലക്കുകൾ അല്ലാഹുവിനുണ്ട്. ആ മലക്കുകളുടെ ജോലി നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാടുകളിൽ വഴികളിലൂടെ അവരിങ്ങനെ നടക്കുന്നതാണ്, അവരിങ്ങനെ സഞ്ചരിക്കുന്നതാണ്. എന്തിനാണെന്നറിയട്ടെ? അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന മജ്‌ലിസുകളിലൂടെയാണ്, ദിക്റിന്റെ മജ്‌ലിസുകളിലൂടെയാണ്, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന മജ്‌ലിസുകളിലൂടെയാണ്. ഇവിടെയാണ് ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസുകൾ. ആ മലക്കുകൾ ഇങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങൾ അവർ തിരക്കി നടക്കുകയാണ്. പ്രവാചകനെ കുറിച്ച് പറയുന്ന സദസ്സുകൾ അവർ തിരക്കി നടക്കുകയാണ്. തിന്മയെ എതിർക്കാൻ പറയുന്ന സദസ്സുകൾ, നന്മ ചെയ്യാൻ പറയുന്ന സദസ്സുകൾ ആ മലക്കുകൾ ഇങ്ങനെ തേടി നടക്കുകയാണ്. അങ്ങനെ അവർ ആ സദസ്സ് എത്തിക്കഴിഞ്ഞാൽ, ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ മലക്കുകൾ വിളിച്ചു പറയുന്നതാണ്, ഓ അല്ലാഹുവിന്റെ സൃഷ്ടികളെ, നിങ്ങൾ ഈ ഭാഗത്തേക്ക് ഓടിയെത്തണേ. കാരണം അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു മഹത്തായ സദസ്സ് ഇവിടെ നടക്കുകയാണ്. നിങ്ങൾ ആവശ്യം ഈ സദസ്സ് കൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണേ എന്ന് ആ മാലാഖമാർ വിളിച്ചു പറയുന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സ്, ദിക്ർ ചൊല്ലുന്ന സദസ്സ്, ഖുർആൻ ഓതുന്ന സദസ്സ്, അതുപോലെ തന്നെ വാദിന്റെ സദസ്സ്, അല്ലാഹു അവിടെ അല്ലാഹുവിന്റെ മാലാഖമാരെ കൊണ്ട് പൊതിയപ്പെടുകയാണ്. മാലാഖമാരുടെ ചിറകുകൾ കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ അവർ ആ നിലയിൽ ഒന്നാം ആകാശം വരെ മലക്കുകൾ പൊതിയുന്നതാണ്, സംഗമിക്കുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ മലക്കുകളുടെ സാന്നിധ്യം അതിലുണ്ടാകും. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ആ മലക്കുകളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിനെ അറിഞ്ഞൂടാനിട്ടല്ല, പക്ഷെ അല്ലാഹു ചോദിക്കുകയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ, അവരെന്തിനാണ് എന്റെ അടിമകളോട് ഒരുമിച്ച് കൂടിയത്, എന്താണ് അവർ ചെയ്യുന്നത്? അപ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, അവരുടെ ജോലി പഠിച്ചവരെ, നിന്നെ പുകഴ്ത്തലാണ്, നിന്റെ കാര്യങ്ങൾ പറയലാണ്, നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കലാണ് തമ്പുരാനെ, അവർ നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കലാണ്. ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ അല്ലാഹു പറയും, അവർക്ക് ഞാൻ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിക്റിന്റെ മജ്‌ലിസുകൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാണ്. കാരണം അല്ലാഹുവിനെ കുറിച്ചും അവന്റെ അധികാരങ്ങളെ കുറിച്ചും ദിക്റുകളുടെ മഹത്വമാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ ഒരു കാരണമാണ്. പടച്ചവനെ, കാരുണ്യവാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്,
ഞങ്ങൾ ഈ ചെല്ലുന്നത് കാറുകൾ മുഴുവനും, ഞങ്ങൾ ഓതുന്ന ഖുർആൻ, ഞങ്ങൾ ചെല്ലുന്ന ദിക്റുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ദിക്റുകളുടെ സദസ്സത്രയ്ക്ക് മഹത്വമുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ അദ്കാറുകളുടെ മഹത്വങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ചരിത്രങ്ങളും അതുപോലെ തന്നെ ഈ ഹദീസുകളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലാഹു നല്ല ഇഖ്ലാസോടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതാണ്. അത്ര മഹത്വമുള്ളതാണ് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നതും അവന്റെ ഖുർആൻ ഓതുന്നതും അവന്റെ ദിക്റുകൾ ചെല്ലുന്നതെല്ലാം വലിയ മഹത്വമുള്ള കാര്യങ്ങളാണ് മുഅ്മിനീങ്ങളെ. അപ്പോൾ ഇന്ന് വളരെ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസമാണല്ലോ. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പരിഗണിക്കണം. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള 12 സമയങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള 12 സമയങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ചയും ആരും അത് കേടാക്കി കളയരുത്, അശ്രദ്ധയോടെ നമ്മൾ കളയരുത്. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസമാണ്, പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ദിവസമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. മനസ്സിലായോ? അപ്പൊ 12 സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയ്ക്ക് അല്ലാഹു ദുആക്ക് ഉത്തരത്തിനാണ് അല്ലാഹു നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ വെള്ളിയാഴ്ച അവധി കൊടുക്കുന്നതിനാ അവധി. ആ സമയത്ത് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക, അല്ലാഹുവിനോട് അവന്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുക, എല്ലാ നിഅമത്തുകളും അല്ലാഹുവോട് ചോദിക്കുക. പഠിച്ചവനെ നീ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവിനോട് ചോദിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വുളു എടുക്കണം, നമസ്കരിക്കണം, ഇബാദത്തുകൾ ചെയ്യണം, അല്ലേ? നല്ല നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അല്ലാഹുവോട് ചോദിക്കാൻ. അപ്പോൾ നമ്മളെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഒരു കാരണമാകും. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർ വെള്ളിയാഴ്ച ദിവസം അവധി കൊടുക്കാറാണ്. പക്ഷെ നമ്മൾ ആ ദിവസം ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ഇതിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ദുആക്ക് ഇജാബത്തുള്ള 12 സമയങ്ങൾ വെള്ളിയാഴ്ചയുണ്ട്. ആ സമയം ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മൾ എന്ത് വേണം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി മഹത്തായ ദിക്റുകൾ ചൊല്ലി നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. അങ്ങനെയുള്ള ഒരു മഹത്തായ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണ്, ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച ദിക്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞപ്പോഴാണ്. വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് നിങ്ങൾ കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ടിട്ട് ഈ മഹത്തായ ദിക്ർ ചൊല്ലണം. ഏതാണ് ദിക്ർ? യാ അല്ലാഹു യാ റഹ്മാൻ, 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 യാ അല്ലാഹു യാ റഹ്മാൻ. അപ്പൊ എപ്പോഴത് ചൊല്ലേണ്ടിയുള്ളൂ? വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട്, അപ്പൊ നമസ്കാരം കഴിയുമ്പോൾ വുളൂഖ് ഉണ്ടാവുമല്ലോ, വുളൂഖോടുകൂടി കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് 100 തവണ നമ്മൾ ചൊല്ലണം. ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പൊ അസ്ർ കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ. ഇനി സമയം തീരെയില്ലാത്തവർ അസറിന്റെ അവസാന സമയം, എപ്പോഴാണ് അസറിന്റെ അവസാന സമയം? ചിലർക്ക് എന്താണ് അത്രേ സമയം അസ്തമിക്കുന്നവരെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അസറിന്റെ അവസാന സമയം മഗ്രിബിന് തൊട്ട് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരു 100 വട്ടമെങ്കിലും ചൊല്ലാൻ പറ്റുന്ന അത്രയും സമയമെങ്കിലും നിങ്ങൾ കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് 100 വട്ടം നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ആവശ്യം എന്താകട്ടെ, ദുനിയാവിലെ ആകട്ടെ ആഖിറത്തിലെ ആകട്ടെ, ഏത് ആവശ്യമാകട്ടെ നിങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ. ഒരുപാട് മുഅ്മിനീങ്ങൾ കടമുള്ളവരുണ്ട്, മക്കളൊക്കെ വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ പഠിച്ചവനെ, ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടിയുള്ളത് എനിക്ക് ആഖിറം വിശാലമാക്കണേ അല്ലാഹ്. ഞാൻ നിന്റെ റഹ്മത്തിൽ
കുടുംബത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അവിടെ നീ വിശാലത നൽകണേ അല്ലാഹ്. രണ്ടാമതായി നമ്മൾ ചോദിക്കണം, പടച്ചവനെ ഈ ദുനിയാവിലുള്ള എന്റെ ജീവിതം ഹൈറാക്കണേ അല്ലാഹ്. എന്റെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എന്റെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. എന്റെ ജോലി എനിക്ക് നല്ല ജോലി നൽകണേ അല്ലാഹ്. നിങ്ങൾ പലരും ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. എന്റെ വീട് പണി നടക്കുന്നേ അല്ലാഹ്. എന്റെ മക്കളൊക്കെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന അല്ലാഹുവേ, നല്ല നല്ല ഇണകളെ അവർക്ക് നീ നൽകണേ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഏത് ആവശ്യമാകട്ടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ദിക്ർ നോക്ക്, ചൊല്ലി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആവശ്യങ്ങൾ നടത്തി തരുമെന്ന് മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പൊ ഇത് ആരാണ് നമുക്ക് പറഞ്ഞത്? മഹാനായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മഹാനവർ നമുക്ക് പറഞ്ഞു തന്ന ദിക്റാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചൊല്ലി നോക്ക്. അല്ലാഹു നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റുമാറാകട്ടെ. പടച്ചവനേ കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങൾ ഈ പറഞ്ഞത് നിന്റെ മഹത്തായ നാമങ്ങളെ കുറിച്ചിട്ടാണ് റബ്ബേ. ഈ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ റബ്ബി റഹ്മനാ കമാ റബ്ബനാ സഗാറ. അർഹമർ റഹീമായ തമ്പുരാനേ, പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹ്, ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ ബദൽ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടോടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവരേ, ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാഹ്. അതുപോലെ റബ്ബേ, ഞങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് പലരും ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പലരുടെയും അല്ലാഹുവേ ഭവനങ്ങൾ പണി നടക്കുന്നേ റബ്ബേ, പെട്ടെന്ന് നീ ആ പണി പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ എല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാത്തിനും അനുഗ്രഹങ്ങൾ ധാരാളം നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ജോലിയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കള്ള കേസുകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, ചതിയന്മാരുടെ ചതിയിൽ നിന്ന്, വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്ന്, അസൂയാരുടെ അസൂയിൽ നിന്നും, മരണക്കാരുടെ മരണത്തിൽ നിന്നും, കൂടത്തക്കാരുടെ കൂടത്തിൽ നിന്നും എല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നിങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാവരെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.